ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു 2-3 വീക്സ് മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹിമാലയ പ്രോട്ടീൻ ഹെയർ ക്രീമിനെ പറ്റിയിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ മെസ്സേജുകൾ വന്നു. കുറേ എന്ന് പറയുമ്പോൾ ഒത്തിരിയല്ല, ഒരു 6-7 മെസ്സേജ് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രിസ്നെസ് കുറയ്ക്കുമോ, ഇത് ഡാമേജ് ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇത് വോളിയം നമുക്ക് തോന്നിക്കുമോ, ഇത് ഹെയറിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഹെയറിന് കുറച്ചുകൂടെ വോളിയം തോന്നിക്കുമോ, പിന്നെ ട്രീറ്റ്മെൻറ്റഡ് ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റുമോ, കളേർഡ് ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിനെല്ലാം കൂടി എല്ലാ കമൻസിനുള്ള മറുപടി എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രിസ്നെസ്സും ഡ്രൈനെസ്സും ഈ ഒരു ഹെയർ പ്രോട്ടീൻ ക്രീം നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് തോന്നിയതും ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തേക്കുന്നില്ല, കാരണം ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ എടുക്കാൻ നേരം അത്രയും പോർഷനിൽ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ താഴോട്ട് തേക്കാഞ്ഞത്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരണ്ടേ. അപ്പോൾ നമ്മുടെ മുടിയിലോട്ട് ആവശ്യമായിട്ടുള്ള എമൗണ്ട് എടുത്തിട്ട് കുറേശ്ശായിട്ട് എടുത്തിട്ട് നമ്മുടെ മുടി ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് തേക്കുന്നത് എൻ്റെ മുടി കുളിയൊക്കെ കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാനിതെൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാറുള്ളത്. എൻ്റെ അടുത്ത് ഒരാൾ ഇതുപോലെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് യൂസ് ചെയ്തതിന് ശേഷം മുടി വാഷ് ചെയ്ത് കളയണമെന്ന്. നമുക്ക് മുടി വാഷ് ചെയ്തും ഇത് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. അതല്ല, നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടി ഉണങ്ങിയതിന് ശേഷവും ഇത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ രണ്ട് രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മുടെ മുടിക്ക് ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്നത് ഏത് രീതിയാണോ ആ രീതി ഫോളോ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി ബെനിഫിറ്റ് കിട്ടിയത് ഡ്രൈ ഹെയറിൽ കുളി ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുടിയിൽ തേച്ചതിന് ശേഷം ഇത് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം വാഷ് ചെയ്യുമ്പോൾ മുടി നല്ല സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ആ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് രണ്ട് രീതിയിൽ നോക്കുക. നിങ്ങളുടെ ഹെയറിന് ഏതാണോ കൂടുതൽ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് ആ ഒരു രീതി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇത് ഫുള്ള് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് മുടി ഒന്ന് കെട്ടിവെക്കും കേട്ടോ. കെട്ടിവെച്ച് ഒരു 5 to 10 മിനിറ്റ്സ് മുടി ഒന്ന് കെട്ടിവെച്ചതിന് ശേഷം മുടി അഴിച്ച് നമ്മൾ നല്ല പല്ലകലമുള്ള ഒരു ചീപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പം മുടി നല്ല ഭയങ്കര സോഫ്റ്റായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിൽ ഫുൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാനൊരു 5 to 10 മിനിറ്റ്സ് നേരത്തേക്കിന് മുടി ഒന്ന് കെട്ടി വെക്കുക. അതിന് ശേഷം മുടി ഇപ്പം ഞാനൊന്ന് അഴിച്ചു. എന്നിട്ട് മുടി ഞാനൊന്ന് ചീപ്പ് വെച്ച് ചീവി കാണിക്കാം കേട്ടോ. ചീവി കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റായിട്ട് മുടി വരും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, മുടി ചെയ്യുമ്പോൾ തന്നെ എത്ര സോഫ്റ്റായിട്ടാണ് നമുക്ക് ചീവി എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എൻ്റെ മുടി ഭയങ്കര ഡ്രൈയും ഫ്രിസ്നെസ്സുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചീവാൻ തന്നെ. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും മുടി ഭയങ്കര സോഫ്റ്റായ പോലെ. എന്നിട്ട് ഞാൻ ഇനിയും ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്യത്തില്ല. നെക്സ്റ്റ് ഡേ ഞാൻ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. അപ്പോഴും ഇതേ ഒരു സ്മൂത്ത്നെസ് നമ്മുടെ മുടിക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറിന് തന്നെ നല്ലൊരു മാറ്റം നമുക്ക് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഡ്രൈ ഹെയറോ ഫ്രിസ്നെസ് ആയിട്ടുള്ള ഒരു ഹെയറോ പിന്നെ ഡാമേജ് ഹെയർ ആണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഡാമേജ് ഹെയർ ഒക്കെ മാറുമെന്നാണ് ഇവർ പറയുന്നത്. അത് ശരിയാണെന്ന്, ഏറെക്കുറെ ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മുടെ സ്പ്ലിറ്റൻസ് ഒക്കെ നന്നായിട്ട് ഇത് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുടിക്കാണെങ്കിൽ നല്ല സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു പരിധി വരെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഹെയർ ക്രീം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് മാറാൻ തുടങ്ങും കേട്ടോ. നമുക്കത് നമ്മുടെ മുടിയിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം, മുടി ഭയങ്കര സ്ട്രോങ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ പറയാനുള്ളത്, നമ്മുടെ റൂട്ടിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഫോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സ്പ്ലിറ്റൻസ് നന്നായിട്ട് കുറയ്ക്കും കേട്ടോ. എൻ്റെ മുടിയിൽ നന്നായിട്ട് സ്പ്ലിറ്റൻസ് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതലും മുടിയുടെ തുമ്പത്ത് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ക്രീം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഒട്ടും തന്നെ ഇത് ഗ്രീസി ആക്കില്ല കേട്ടോ. പിന്നെ ഒട്ടും തന്നെ ഓയിലി ആക്കില്ല. മുടി നല്ല സ്മൂത്തായിട്ടിരിക്കും, പക്ഷേ നോൺ ഗ്രീസിയാണ്. ഒട്ടും തന്നെ ഓയിലി ആക്കത്തുമില്ല നമ്മുടെ ഹെയർ കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുമാതിരി ഇഷ്ടപ്പെടുന്ന ഒരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 ml 100 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഓഫറുള്ള സമയത്താണെങ്കിൽ നമുക്കൊരു 85-90 ആ ഒരു റേറ്റിലൊക്കെ നമുക്കിത് കിട്ടുന്നതായിരിക്കും കേട്ടോ. ആമസോണിലൊക്കെ മിക്കപ്പോഴും ഓഫർ വരുമ്പോൾ വാങ്ങിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടി പ്രൈസ് കുറഞ്ഞ് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഹെയർ ക്രീം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിന് കിട്ടുന്ന ഒരു തിളക്കം പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ് കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് എൻ്റെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ തലയിൽ തേച്ച് എത്രത്തോളം അത് സ്മൂത്താക്കും എന്നാണ്. ഇനി ഞാൻ ഇത് ഇപ്പം മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം എങ്ങനെയായിരിക്കും കിട്ടുന്നതെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം മുടി ഇരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, ഒത്തിരി ഡ്രൈ ആയിട്ടില്ല, കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പം മുടി അത്യാവശ്യം സോഫ്റ്റാണ്, ഒത്തിരി അങ്ങ് റഫായിട്ടൊന്നും അല്ല. മുടി നോർമലി മാനേജബിളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഹെയർ ക്രീം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയറിൽ നമ്മൾ തേക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു തിളക്കം കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. മുടിക്ക് നല്ലൊരു ഷൈനിങ് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നമ്മൾ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ആ ഹെയറിന് ആ തിളക്കം അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വീഡിയോയിൽ കണ്ടാലും മനസ്സിലാവും. ഇതിപ്പം മുടി അത്യാവശ്യം നല്ലതായിട്ട് ഉണങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഇപ്പം കണ്ടില്ലേ, അന്നേരവും മുടി മാനേജബിളാണ്, മുടി അത്യാവശ്യം സോഫ്റ്റാണ്, വേറെ മാനേജബിളായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. മുടിക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ. ഒരു മൈൽഡായിട്ടുള്ള സ്മെല്ലും നമുക്ക് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.